നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത, റസൂൽ ജീവിച്ച നൂറ്റാണ്ടിന് പരിചയമില്ലാത്ത, സഹാബത്ത് ജീവിച്ചപ്പോൾ പരിചയമില്ലാത്ത, താബിഈകൾക്ക് പരിചയമില്ലാത്ത, എന്തിനധികം പിൽക്കാലത്ത് വന്ന മദ്ഹബിൻ്റെ പണ്ഡിതന്മാർക്ക് പോലും പരിചയമില്ലാത്ത, പിന്നെ എവിടുന്ന് അത് വന്നത്? അത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഫാത്തിമിയാക്കളാണ് ഇത്തരത്തിൽ ദിനാഘോഷങ്ങൾ കൊണ്ടുവന്നത്. ആരാണ് ഫാത്തിമിയാക്കൾ എന്ന് പറഞ്ഞാൽ? ഫാത്തിമിയാക്കൾ വരുന്നത് തന്നെ ഹിജ്റ 322 അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഏകദേശം 3 നൂറ്റാണ്ടിന് ശേഷം. നിങ്ങൾ ആലോചിച്ചു പോകും അതിൻ്റെ അവസ്ഥ. 3 നൂറ്റാണ്ടിന് ശേഷമാണ് ഈ സാധനം വരുന്നത് തന്നെ. 3 നൂറ്റാണ്ടപ്പം എന്താ? തിരുമേനിയുടെ വഫാത്തിന് ശേഷം 3 നൂറ്റാണ്ടിന് ശേഷമാണ്. അതും രാഷ്ട്രീയമാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഹിജ്റ 322 ഫാത്തിമിയാക്കൾ ലോകത്ത് ഭരണകൂടവുമായി വരുന്നത്. അബ്ബാസിയ ഭരണകൂടം നിലം പതിച്ചതോടുകൂടി അതിൽ നിന്ന് ഉടലെടുത്ത രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു ഭരണകൂടം ഉണ്ടാകാൻ തന്നെ കാരണം. അതും ഇവരുടെ അടിസ്ഥാനം ആഫ്രിക്കൻ രാജ്യങ്ങളിലായിരുന്നു. മൊറോക്കോയിലാണ് ഈ ഫാത്തിമിയ ഭരണകൂടം വരുന്നത്. ഫാത്തിമിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ, അത് മുഹമ്മദിലേക്ക് ചേർത്തതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേർത്തല്ല വന്നത്, ഫാത്തിമയിലേക്ക് ചേർത്താണ്. അവരാണ് ഇത് കൊണ്ടുവന്നത്. അവർ വലിയ ആഘോഷം നടത്തിയിരുന്നു, വലിയ ആഘോഷം. കാരണം അവരാഘോഷത്തിൻ്റെ ആളുകളായിരുന്നു. ആഘോഷമാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആഘോഷത്തിൻ്റെ ആളുകളായിരുന്നു അവർ. ഇവർ ഫാത്തിമിയാക്കൾ യഥാർത്ഥത്തിൽ ഇസ്ലാമുമായുള്ള അവരുടെ ബന്ധം വളരെ ചെറിയ ഒരു ബന്ധമാണ്, വളരെ ചെറിയൊരു ബന്ധം. ഈ ഫാത്തിമിയ ഭരണകൂടത്തിൽ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് കൊണ്ടുവരാൻ അവരെ പ്രേരിപ്പിച്ചത് രാഷ്ട്രീയമായി സമൂഹത്തിൻ്റെ മഹാഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ കിട്ടണം എന്നത് മാത്രമായിരുന്നു. ഷിയാക്കളിൽ ഇസ്മായിലിയ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൻ്റെ ആളുകളാണ് ഈ ഫാത്തിമിയാക്കൾ. ഒന്നുകൂടി നേർക്കുനേരെ പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഷിയാക്കളാണ്. ഇത് മാത്രമല്ല, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാ തോന്നിയാസങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള ആളുകളാണെന്നത് ചരിത്രം വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ ഇത് നമ്മുടെ ഒരു വലിയൊരു വിഷയമാക്കി നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ല. പക്ഷേ ഞാനതിൻ്റെ ഒറിജിനൽ എന്ത് എന്ന് പറഞ്ഞതാണ്. അവിടുന്നാണ് ഇത് വന്നത്. അതല്ലാതെ ഇതിന് അള്ളാഹുവിൻ്റെ റസൂലുമായി ബന്ധമില്ല, സഹാബത്തുമായി ബന്ധമില്ല, താബിഈകളുമായി ബന്ധമില്ല, താബിഈകളുമായി ബന്ധമില്ല. ഇത് പുതുതായി വന്ന ഒരു കാര്യമാണ്, ഒരു ആഘോഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതിലേറെ പുതുമയുള്ള ഒരു സംഗതി, ഈ ആഘോഷിക്കേണ്ട സന്ദർഭമാണോ സത്യത്തിൽ അത് പരിശോധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ടാണ് ഈ ആഘോഷം വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസമാണോ ജനിച്ചത്? പരിശോധിക്കേണ്ടതാണത്. ചരിത്രം പരിശോധിച്ചാൽ 2 കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം കാണുന്നില്ല. ഒന്ന്, നബി തിരുമേനി ജനിച്ചത് തിങ്കളാഴ്ചയാണ് എന്നതിൽ. രണ്ടാമത്തേത് റബീഉൽ അവ്വലിലാണ്. ഇത് രണ്ടിലും ഒരു തർക്കവുമില്ല. ചരിത്രപരമായി പരിശോധിച്ചാൽ അത് വളരെ കൃത്യമാണ്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ് വലിയ പ്രശ്നം, വിഷയം. റബീഉൽ അവ്വൽ 12, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷം റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നത് തിങ്കളാഴ്ചയല്ല. AD 571 ഏപ്രിൽ മാസം 22-ാം തീയതി ഒരു തിങ്കളാഴ്ചയാണ് ചരിത്രം പരിശോധിച്ചവരും ഗവേഷണം നടത്തിയവരുമൊക്കെ തിരുമേനിയുടെ ജനനം നടന്നത് വിശദീകരിക്കുന്നത്. പക്ഷേ ആ ദിവസം വളരെ കൃത്യമായി മനസ്സിലാക്കണം, അന്ന് റബീഉൽ അവ്വൽ 12 അല്ല. അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ഡേറ്റ് പോലും, ഈ പറയുന്ന ഡേറ്റ് പോലും വളരെ കൃത്യമല്ല എന്ന് മനസ്സിലാക്കണം. കുറച്ചുകൂടി യോജിച്ച് വരുന്നത്, അല്ലെങ്കിൽ കൃത്യത പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്, ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്, അത് ആ മാസം റബീഉൽ അവ്വൽ 9-നാണ് ആ തിങ്കളാഴ്ച, ആ വർഷം ആ ആഴ്ചയിലെ തിങ്കളാഴ്ച വരുന്നത് എന്നാണ്. അല്ലാഹു അലം. ഞാനത് പറഞ്ഞു വന്നത് ഒരൊറ്റ കാര്യം പറയാനാണ്. ഈ ഡേറ്റിൽ പോലും സത്യത്തിൽ കൃത്യതയില്ല എന്നാണ്. പിന്നെയല്ലേ അത്തരമൊരു ആഘോഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആഘോഷങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. ഇപ്പോൾ ഡേകൾ ആഘോഷിക്കുന്ന തിരക്കിലാണ് സമൂഹം മുഴുവൻ. ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, അങ്ങനെ ഒരുപാട് ലേബേഴ്സ് ഡേ, ഒരുപാട് ഡേയ്സുകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ഡേ സമൂഹത്തിൽ രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കാൻ വേണ്ടി നടത്തിയ ഒന്ന് എന്നല്ലാതെ അതിനപ്പുറം അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ചാൽ മനോഹരമായൊരു സംഭവം കാണുന്നുണ്ട്. മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന സമയത്ത് 2 ദിവസം അവിടെ വലിയ ആഘോഷം കണ്ടു മദീനയിൽ. എല്ലാ വർഷവും 2 ദിവസം ഭയങ്കര ആഘോഷമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചവരോട്, എന്താണ് ഈ ആഘോഷം എന്ന്? അത് ഞങ്ങളിങ്ങനെ കുറേ കാലമായിട്ട് ആഘോഷിച്ച് വരുന്നതാണ്, 2 ദിവസം ഒരു സെലിബ്രേഷനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആ ദിവസമല്ല ആഘോഷിക്കേണ്ടത്, അത് അബ്ദലക്കുമുല്ലാഹു ബിഹിമാ ഖൈറൻ മിൻഹുമാ, നിങ്ങൾക്ക് അല്ലാഹു അതിനേക്കാൾ നല്ല 2 ദിവസം ആഘോഷിക്കാൻ പകരം തന്നിട്ടുണ്ട്
എന്ന് പറഞ്ഞിട്ട് നബി പറഞ്ഞു യൗമുൽ ഫിത്തർ വയൗമുൽ അദ്ഹ. നമ്മൾ ആഘോഷിക്കണമെങ്കിൽ ആഘോഷിക്കേണ്ടത് ആ 2 ദിവസങ്ങളായിരിക്കണം എന്നർത്ഥം.